ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതിലെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. കുറേ കുട്ടികൾ ശരിയായ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് അനു, ജുന്ന ബൈജു, നൻവിത, ആരാധ്യ, അനുശ്രീ സന്തോഷ്, ആത്മിക, ഹിസ സിയ, ദേവിക പി, അനയ് കൃഷ്ണ, നിവേദ്യ പ്രമോദ്, ദേവപ്രിയ ആർ, ദേവ്ന, നൻവിത, റോമിത് കെ, അശ്വിൻ, ആരാധ്രിക എന്നിവരാണ്. ഇതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം: കേരളത്തിലെ കണ്ടൽ കാടുകളെ പറ്റി പ്രതിപാദിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് കേരളത്തിലെ കണ്ടൽ കാടുകളെ പറ്റി പറയുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? അതായത് കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം അഥവാ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കാണ്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇരവിക്കുളം നാഷണൽ പാർക്ക്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? സൈലന്റ് വാലിയിലെ സിംഹവാലൻ കുരങ്ങിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ ഇത്രയധികം പ്രശസ്തമാക്കിയത്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ആശുപത്രി ഏതാണ്? ദി ചാരിറ്റബിൾ ബേഡ്സ് ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലുള്ള ദി ചാരിറ്റബിൾ ബേഡ്സ് ഹോസ്പിറ്റലാണ് ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ആശുപത്രി. ആറാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയിൽ 5 നാഷണൽ പാർക്കുകൾ അഥവാ ദേശീയ ഉദ്യാനങ്ങളാണ് ഉള്ളത്. അതിൻ്റെ പേരുകൾ ഇങ്ങനെയാണ്: ഇരവിക്കുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, പമ്പാടും ഷോല നാഷണൽ പാർക്ക്, മതികെട്ടാൻ ഷോല നാഷണൽ പാർക്ക്, ആനമുടി ഷോല നാഷണൽ പാർക്ക്. ഇതൊക്കെയാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് അഥവാ ദേശീയ ഉദ്യാനങ്ങൾ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തെന്മലയാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. എട്ടാമത്തെ ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികളുള്ളത്. കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 12ഓളം നദികളാണുള്ളത്. നമ്മുടെ വീഡിയോസിനിടയിൽ പറയുന്ന ഇത്തരത്തിലുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്?
കേരളത്തിലെ ചൂളന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മയിൽ സംരക്ഷണ കേന്ദ്രമുള്ളത്. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചൂളന്നൂർ. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം ഇതാണ്: പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1986. 11ാമത്തെ ചോദ്യം ഇതാണ്: ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊൽക്കത്ത. 12ാമത്തെ ചോദ്യം: ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉദ്യാനം ഏതാണ്? കുറിഞ്ഞിമലയിലെ ദേശീയ ഉദ്യാനമാണ്. ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം തുടങ്ങിയ ആദ്യത്തെ ദേശീയ ഉദ്യാനം. നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന സസ്യത്തിന് വേണ്ടിയായിരുന്നു ഈ ഒരു ദേശീയ ഉദ്യാനം ആരംഭിച്ചത്. 13ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ തുടക്കം കുറിച്ച വർഷം ഏത്? 1966 ഇന്ത്യയിൽ ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ ആരംഭിക്കുന്നത്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1966. 14ാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത്? പക്ഷി സങ്കേതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേർഡ് സാങ്ച്വറിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബേർഡ് സാങ്ച്വറി എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയാണ്. 15ാമത്തെ ചോദ്യം: പയറുവർഗ്ഗ ചെടികളുടെ വേരുകളിൽ അഥവാ റൂട്ടിൽ കാണപ്പെടുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? പയറ് അഥവാ ബീൻസ് ചെടികളുടെ വേരിൽ കാണപ്പെടുന്ന ബാക്ടീരിയയുടെ പേരാണ് റൈസോബിയം. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം റൈസോബിയം. വീഡിയോയിലെ 16ാമത്തെ ചോദ്യം: അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്നതാണ് 16ാമത്തെ ചോദ്യം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് തിരുവനന്തപുരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? ഇന്ദുചൂഡനാണ് കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ദുചൂഡൻ. അടുത്ത ചോദ്യം: ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? അതായത് ഈ ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് അഥവാ ദേശീയ ഉദ്യാനം ഏതാണ്? ഈ ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് അഥവാ ദേശീയ ഉദ്യാനം അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കാണ്. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഓർത്ത് വയ്ക്കുക. 19ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? നമ്മൾ നേരത്തെ ചോദ്യത്തിൽ ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കിനെ പറ്റിയാണ് പറഞ്ഞത്. അത് അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1936. ഇനി നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ ലോകത്തിലെ തന്നെ ആദ്യത്തെ നാഷണൽ പാർക്കായ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1872. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. 20ാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്?
കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം അഥവാ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കാണ്. അപ്പോൾ നമ്മൾ ലോകത്തിലെയും ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യത്തെ നാഷണൽ പാർക്കിനെ പറ്റിയാണ് കഴിഞ്ഞ 3 ചോദ്യങ്ങളിലൂടെ പഠിക്കുന്നത്. 21ാമത്തെ ചോദ്യം, നമ്മൾ നേരത്തെ കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ ഇരവിക്കുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക് അഥവാ ഇരവിക്കുളം ദേശീയ ഉദ്യാനത്തിലെ സംരക്ഷിത മൃഗം. 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരയാട്. 22ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത്? വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബാണാസുര സാഗർ ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം. 23ാമത്തെ ചോദ്യം, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടിയുടെ പേരെന്താണ്? എൻ്റെ മരം എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും കൂടെ വനവകുപ്പും ചേർന്ന് നടത്തുന്ന വനവൽക്കരണ പരിപാടിയുടെ പേരാണ് എൻ്റെ മരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസിൻ്റെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. PDF രൂപത്തിൽ നിങ്ങൾക്ക് നോട്ടുകളായി ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അതായത് ഇന്ത്യൻ ബേർഡ് മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ അഥവാ ഇന്ത്യൻ ബേർഡ് മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ സാലിം അലിയാണ്. 24ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സാലിം അലി. ഇനി നമുക്ക് ഈ വീഡിയോയിലെ 25ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കൂടുതൽ ഉള്ള ജില്ല ഏതാണ്? കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള ജില്ല ഏത്? കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ളത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ണൂർ ജില്ല. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കേരളത്തിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയെപ്പറ്റി പറഞ്ഞു, അത് കണ്ണൂരാണ്. ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. ബോണസ് ചോദ്യം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മുടെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ചോദ്യം. അതിൻ്റെ ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി സെലക്ട് ചെയ്യുന്നതാണ്. കൂടാതെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്നവർ നിങ്ങളുടെ പേര് കൂടി അതിനോടൊപ്പം നിർബന്ധമായും എഴുതേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.